ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഓഫ് ഡേ ആണ്. ഈ ഓഫ് ഡേക്ക് ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ യുദ്ധം തുടങ്ങിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. അവർ നിർത്തുന്നില്ല. ഭയങ്കര ബോറാണ്. ഓഫ് ഡേയ്സൊക്കെ റൂമിൽ തന്നെ ഇരിക്കണം. യൂട്യൂബിന് വേണ്ടി ഞാനൊരു വ്ളോഗ് എടുക്കുന്നുണ്ട്, കണ്ടോളൂ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് റാഗിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഒരു ട്രെയിനിങ് ചെയ്യാനുണ്ട്, അത് ചെയ്യാം. ഇന്ന് ഞാനങ്ങനെ പ്രത്യേകിച്ച് സാധാരണ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും. ഇന്നലെയും ഓഫായിരുന്നു. സോ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു. സോ ഇന്ന് എനിക്ക് കുറച്ച് ട്രെയിനിങ്സ് ചെയ്യാനുണ്ട്, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. കഴിഞ്ഞു. ഒരു സാധനം കൂടി ഉണ്ട്, ഒരു സാധനം കൂടി കഴിക്കാം. ഇതിനി 3 എണ്ണം കൂടിയുള്ളൂ. ഇതെന്താണെന്നറിയോ? ഞാൻ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ ഇത് കണ്ട ഒരു റെസിപ്പി അല്ല, എല്ലാവരും ഒരുപാട് വീഡിയോസ് ചെയ്തിടുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. ഹെൽത്തി ലഡു. ഓക്കെ, ഇതിൽ നമ്മുടെ എള്ളില്ലേ, സെസ്മി സീഡ്സ്, അതുണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, പിന്നെന്താ പിസ്ത, ബദാം, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട്, നട്ട്സും സീഡ്സൊക്കെ ആയിട്ട് കണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഓരോന്ന് കഴിക്കാറുണ്ട് വിശക്കുമ്പോൾ. ഫാറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പാടില്ല, പക്ഷേ നമുക്കിത് നല്ലതാണ്. ബിക്കോസ് അയൺ, എനിക്കാണെങ്കിൽ ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അയൺ, മഗ്നീഷ്യം, സിങ്ക്, ഇത്. അപ്പം ഞാനിത് കഴിക്കാറുണ്ട്. ഇനി ഒരു വീഡിയോ ഇത് എന്തായാലും തീരാറായി, 2 എണ്ണം കൂടി ഉള്ളൂ. ഇനി നെക്സ്റ്റ് മന്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനലിലിടാം. ഇത് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്, ഹൗ ടു വാക്ക് ഇൻ ഹൈ ഹീൽസ്. ഇതൊരു അടിപൊളി ബുക്കാണ്. ലേഡീസിനും ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ടിപ്സും ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യണം, ഓരോ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ടിപ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ്. ഇത് ഞാൻ വായിക്കാൻ കുറച്ച് ടൈം എടുക്കും, ബിക്കോസ് എനിക്ക് ബാക്കി ഡ്യൂട്ടി ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും ഒരു 2-3 പേജൊക്കെ വെച്ചിട്ട് വായിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഫുൾ വായിച്ചിട്ട് ഞാനിതിൻ്റെ ഒരു റിവ്യൂ ആണോ, അതുതന്നെ, ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും ആക്കിയിട്ട് ഇടാം. പിന്നെന്തായിരുന്നു, ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല ഹാബിറ്റ്സൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ലാസ്റ്റ് ഇയർ വളരെ മോശമായിട്ടുള്ളൊരു വർഷമായിരുന്നു. സോ ഈ വർഷം എല്ലാം ഒന്ന് റിക്കവർ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണീക്കുക. ബിക്കോസ് ഇവിടെ എനിക്ക് ബസ് വരുന്നത്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് 7:30 ബസ്സിനാണ്.
സോ ഞാൻ 7 മണിക്ക് എണീക്കും, റെഡിയാവും, പോകും. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ നിന്നായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ 6 മണിക്ക് എണീക്കണം, യോഗ എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം, ടൈം എടുത്ത് റെഡിയായി പതിയൊക്കെ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എന്തൊക്കെയായിരുന്നു, ഹെൽത്തി ഫുഡ് കഴിക്കണം, ജങ്ക് ഫുഡൊന്നും കഴിക്കരുത്, അത് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു, ഷുഗർ കട്ട് ചെയ്യണം, പിന്നെ നേരത്തെ ഉറങ്ങണം, 11 മണിക്കുള്ളിൽ ഉറങ്ങണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഫോളോ ചെയ്തു. ജാനുവരി ഫുൾ ഞാനത് ഫോളോ ചെയ്തു, എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു. പക്ഷേ ഒരു ഫെബ് പകുതിയൊക്കെ ആയപ്പം കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, എൻ്റെ ഫുൾ ഒരു കോൺസെൻട്രേഷൻ വർക്കിലും പിന്നെ യൂട്യൂബിലും, അങ്ങനെ അത് രണ്ടിലും മാത്രമായി. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടു കുറച്ച് നാളത്തേക്ക്. ഇപ്പം ഈ മാർച്ചിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതെല്ലാം എനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതൊരു ഡോക്യുമെൻ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ട് വല്ലതും ചെയ്യാൻ നോക്കാം. പിന്നെ എനിക്കൊരു പ്ലാനർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ തനിയെ ഉണ്ടാക്കിയ പ്ലാനറാണ് കേട്ടോ. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇത് ജാനുവരി, പിന്നെ ഇത് ഫെബ് കണ്ടോ, ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മാർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൂഡ് ട്രാക്കർ ഉണ്ട്, ഓരോ ദിവസവും. എല്ലാം ഒരു ഹോർമോൺസിൻ്റെ കളിയാണല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ്, ഹാപ്പി ആണോ, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ടുള്ള മൂഡാണോ എന്നൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞു പോയി. ഇനി എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ടത് ചെയ്യാം. ഇപ്പോൾ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി ലഞ്ച് ഉണ്ടാക്കണം പെട്ടെന്ന്. സോ ലഞ്ച് ഉണ്ടാക്കാൻ എന്തുണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മുരിങ്ങയില ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ടുണ്ടോ അതോ ഇനി ചീത്തയായി പോയെന്നറിയില്ല. മുരിങ്ങയില മുട്ട വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. അത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. പിന്നെ നോക്കാം എന്താ ഉള്ളത്. കണ്ടോ, ഇതെല്ലാം ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ലൈക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാം. ബിക്കോസ് ഓക്കെ, ഞാൻ എന്താണ് ഇതെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ യുദ്ധം നടക്കുകയാണല്ലോ. പിന്നെ അപ്പം ഇതെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കാൻ നമുക്ക് കുറേ നാൾ എടുത്ത് യൂസ് ചെയ്യാം, കുറച്ച് കൂടുതൽ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എല്ലാം വാങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രീസ് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടപ്പോൾ എടുക്കാം. വേറൊരു റീസൺ, ഞാനെല്ലാം കട്ട് ചെയ്തൊക്കെയാണ് വെക്കുന്നത്. അപ്പം നമുക്ക് എപ്പം എന്തുണ്ടാക്കുന്നോ നേരെ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് എടുക്കാം. ഇത് ഏതാണ് മുരിങ്ങയില എന്ന് കണ്ടുപിടിച്ചെടുക്കണം. ഇതാണ് മുരിങ്ങയില. ഇത് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന. സോ ഇത് രണ്ടാണ് നമ്മളിന്ന് ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില ആഡ് ചെയ്യാൻ പോവാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത് കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. 2 സാധനങ്ങളെ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ ഉണ്ടാക്കും. ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാണ്, ഈ മുട്ട മുരിങ്ങയില തോരൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വീട്ടിൽ ഈ മുരിങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിലല്ല, ഞാൻ പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്നെ അവിടെ ഞങ്ങൾക്ക് വീട്ടിൽ മുരിങ്ങ മരം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഈ എന്തെങ്കിലും മുരിങ്ങയിലയും മുരിങ്ങയുടെ പൂവൊക്കെ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കും, മുട്ടയൊക്കെ ഇട്ട്. അല്ലെങ്കിൽ ഈ ഇലയും മുട്ടയും കൂടി ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കും. ഇത് കഴിക്കുമ്പോഴൊക്കെ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, എൻ്റെ ഫേവറേറ്റ് സാധനം ഇത്. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് അലാറം വെച്ചിട്ട് കിടക്കാം. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കാം. അപ്പോൾ ബൈ.
ഇനി എന്തെങ്കിലും കഴിക്കണം. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് തന്നെയാണ് ഡിന്നറും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു വ്ളോഗായിട്ട് വരുമ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. പിന്നെന്താ, ഒരു ടീ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ എന്താ പറയുക വൈൻഡപ്പ് ചെയ്യാം. ഇടയ്ക്ക് ക്യാമറയിൽ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് ഞാൻ കൺഫ്യൂസ് ആയിപ്പോവും. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കും, ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ തൊട്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെയായി ഇത് എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോഴേ അറിയാവുള്ളൂ എങ്ങനെയായിട്ടുണ്ടെന്ന്. പിന്നെന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ടു ഇത്. ലൈക്ക് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കാനും ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും. എത്ര നാൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ബോറടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തുമായിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്നെ നല്ലതായിട്ട് ബിസി ആക്കി വെക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്കിങ് ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. ഈ ആൾക്കാരൊക്കെ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ റിസ്ക്കാണ്. ഇന്നും വന്ന ന്യൂസൊന്നും പോസിറ്റീവ് ന്യൂസൊന്നും അല്ല. സോ വെറുതെ എന്തിനാണ് പേടിയായിട്ടാണ് പുറത്ത് പോകാത്തത്. ഇല്ലെങ്കിൽ ഞാൻ പോയേനെ. 2 ദിവസം ഓഫ് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. നാളെ ഡ്യൂട്ടിക്ക് വേണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് എൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് പറയണോ? ബിക്കോസ് വേണ്ട, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മോർണിംഗ് ആണെങ്കിൽ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എന്തിനാ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.